ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുക്കുക. ഗ്രീൻ കളറുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ബോട്ടിലിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് മാറ്റണം. നമുക്കതിൻ്റെ സെൻറ്ററിൽ ഡിസൈൻ ഇല്ലാത്ത കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് ഭാഗം ഉണ്ടാവില്ലേ, അത് മാത്രമേ ആവശ്യമുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം ഇതുപോലെ അതൊന്നും കൂടി നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുക. ഇനി നമുക്ക് ഇത് ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചേമ്പിൻ്റെയും ആന്തൂറിയത്തിൻ്റെ ഒക്കെ ഇലയുടെ ഷേപ്പ് കണ്ടിട്ടില്ലേ, ആ ഷേപ്പിലാണ് ഞാൻ ഇല കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറേ ഇലകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ആ ഇലയുടെ 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. 2 സൈഡും മടക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഇതുപോലെ കുറേ ഇലകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഞാൻ പെയിൻറ് ചെയ്യാനായിട്ട് ആക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ കളർ തന്നെ ഞാൻ 2-3 ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇലയുടെ ഒരു സൈഡ് മാത്രം പെയിൻറ് ചെയ്താൽ പോരാ, 2 സൈഡും നന്നായിട്ട് പെയിൻറ് ചെയ്തെടുക്കണം. ഇപ്പം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതിൽ പെയിൻറ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നന്നായിട്ട് പെയിൻറ് ചെയ്ത ശേഷം നമുക്കിത് ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഇതുപോലെ ഞാൻ എല്ലാ ഇലയും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇലയുടെ സെൻറ്ററിൽ ഇതുപോലെ കുറച്ച് വൈറ്റ് കളറും കുറച്ച് റെഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ കുറച്ച് വൈറ്റും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് പെയിൻറ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ റെഡ് കളർ മാത്രം കുറച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഇലയും പെയിൻറ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഉണങ്ങാനായിട്ട് വെക്കണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ കട്ടി കുറഞ്ഞ കമ്പിയിൽ നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ എല്ലാ ഇലയും കമ്പിയിൽ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലകളൊക്കെ ഒന്നിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഫുള്ളും നന്നായിട്ട് ഒട്ടിച്ച ശേഷം എക്സ്ട്രാ ആയിട്ട് നീണ്ടു നിൽക്കുന്ന കമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ഒരു ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് കല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മുടെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.